പ്രവാസലോകത്തെ ഈ പച്ചപ്പും മലയാളി വീട്ടമ്മമാരുടെ കഠിനാധ്വാനവും അഭിനന്ദനാർഹമാണ്. മരുഭൂമിയിലെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് മലയാളികൾ നടത്തുന്ന ഈ കൃഷി ആർക്കും പ്രചോദനമാണ്. തക്കാളി, ധാരാളം തക്കാളികൾ ചെടികളിൽ പച്ചനിറത്തിൽ കായ്ച്ചു നിൽക്കുന്നത് കാണാം. ചെടികൾ താങ്ങു നൽകി നന്നായി സംരക്ഷിച്ചിട്ടുണ്ട്. മത്തൻ വർഗ്ഗങ്ങൾ നിലത്ത് പടർന്നു പന്തലിച്ചു കിടക്കുന്ന വലിയ ഇലകളോടുകൂടിയ മത്തൻ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരുന്നു. പയർ, വരിവരിയായി നട്ടിരിക്കുന്ന പയർച്ചെടികൾ പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട്. ചീര, ചുവന്ന ചീരയുടെ കൂട്ടങ്ങളും വീഡിയോയിടിടയിൽ കാണാൻ സാധിക്കും. പൂച്ചെടികൾ, കൃഷിയിടത്തിന് ഭംഗി കൂട്ടാൻ ഇടയ്ക്കിടെ കുറച്ച് പൂച്ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ കാര്യങ്ങൾ: മണ്ണൊരുക്കൽ. മണൽ നിറഞ്ഞ മണ്ണിൽ ജൈവവളങ്ങളും മറ്റും ചേർത്ത് കൃഷിക്ക് അനുയോജ്യമാക്കിയെടുത്തിട്ടുണ്ട്. ക്രമീകരണം: ഓരോ ഇനവും പ്രത്യേക പ്ലോട്ടുകളായി തിരിച്ചാണ് നട്ടിരിക്കുന്നത്. നനയ്ക്കാൻ സൗകര്യത്തിനായി ചാലുകളും ഒരുക്കിയിട്ടുണ്ട്. പരിരക്ഷ: കത്തുന്ന വെയിലിൽ നിന്ന് ചെടികളെ രക്ഷിക്കാൻ കാർഡ്ബോർഡ് കഷ്ണങ്ങളും മറ്റും പുതയിടാൻ മൾച്ചിംഗ് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഇത് മണ്ണിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. അബുദാബിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിലും മനസ്സുവെച്ചാൽ മണ്ണിൽ പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ച ഈ മലയാളി വീട്ടമ്മമാർക്ക് വലിയൊരു അഭിനന്ദനം തന്നെ നൽകണം. ഈ നേട്ടത്തെക്കുറിച്ച് പറയാൻ കുറച്ചു കാര്യങ്ങൾ ഇതാ. അധ്വാനത്തിന്റെ ഫലം: മണൽ നിറഞ്ഞ മണ്ണിൽ ഇത്രയും സമൃദ്ധമായി പച്ചപ്പും കായകളും ഉണ്ടാക്കിയെടുക്കുക എന്നത് കഠിനാധ്വാനവും കൃഷിയോടുള്ള സ്നേഹവുമുണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന ഒന്നാണ്. പ്രവാസികൾക്ക് പ്രചോദനം: ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന മറ്റു മലയാളികൾക്കും തങ്ങളുടെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യാൻ ഈ വീട്ടമ്മമാർ ഒരു വലിയ പ്രചോദനമാണ്. മറുനാട്ടിലും നമ്മുടെ കാർഷിക സംസ്കാരം നെഞ്ചിലേറ്റുന്ന ഇത്തരം പ്രവാസികളെ എത്ര പ്രശംസിച്ചാലും അധികമാവില്ല.